നമസ്കാരം എല്ലാ +1 കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഈ ഡയമെൻഷൻസ് അതിനൊരു നല്ല ഇൻട്രോയുടെ ആവശ്യമുള്ള കാര്യമാണ്. ഡയമെൻഷൻസ് എന്ന് പറയുമ്പോഴേ +1 കുട്ടികളെല്ലാം ഞെട്ടി, ഡയമെൻഷൻസ് ഞങ്ങൾക്ക് വയ്യ, ഞങ്ങൾക്ക് പഠിക്കാൻ വയ്യ. വളരെ 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 ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് ഡയമെൻഷൻസ്. ഇതിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇതുവരെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കാത്ത ഇതാണ് ഡയമെൻഷൻസ്. +1 നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഇതാണ് ഡയമെൻഷൻസ്. ഇനി അങ്ങോട്ട് പോകുന്ന ഓരോ ചാപ്റ്ററിലും ഇത് വേണം, അതാണ് ഡയമെൻഷൻസ്. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും മുകളിലോട്ട് പോകുന്ന വിദ്യാഭ്യാസങ്ങളെല്ലാം ഇത് വേണം, അതാണ് ഡയമെൻഷൻസ്. അതാണ് ഈ ഡയമെൻഷൻസിന്റെ പ്രത്യേകത. ഡയമെൻഷൻസ് പഠിച്ചേ പറ്റൂ. പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഒരു നല്ല ശതമാനം ടോപ്പിക്കുകളും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പഠിക്കാനേ പറ്റത്തില്ല. കാരണം ഗംഭീരമായിട്ട് ഡയമെൻഷൻസ് അറിയിക്കണം. വളരെ സിമ്പിളായ ഡയമെൻഷൻസ്, സിമ്പിൾ ഹമ്പിൾ സാധനമാണ് ഡയമെൻഷൻസ്. അതായത് ഈ ക്ലാസ്സുകൾ +1 കുട്ടികൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം കുട്ടികളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങളുടെ അടിപൊളി സൂപ്പർ സിമ്പിൾ വീഡിയോസ് വരും. ഫിസിക്സിനെ നമുക്ക് കൈകളിൽ വെച്ച് നല്ല ഈസി ആയിട്ട് പഠിക്കാം. അതുപോലെ പഠിക്കണം. വളരെ ടഫായിട്ടുള്ള ഫിസിക്സിനെ നമുക്ക് ഈസി ആക്കി മാറ്റണം. അതായത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡയമെൻഷൻസ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്നാണ് യഥാർത്ഥത്തിൽ ഈ യൂണിറ്റിന്റെ പേര്. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഡയമെൻഷൻസ്. ഞാൻ എന്താണ് ഡയമെൻഷൻസ്, കുറച്ച് ഡയമെൻഷൻസ് ചെയ്യിപ്പിക്കും. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും, ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന വെലോസിറ്റി, ആക്സലറേഷൻ, ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസ്, ഇതെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. പിന്നെ ഏതിൻ്റെയും നിങ്ങൾ എന്ത് ചെയ്യും, ഡയമെൻഷൻ നിങ്ങൾ പഠിച്ചിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അടിപൊളിയായിട്ട് കാണും. ഓക്കെ, അന്നേരം എന്തിനാണ് ഈ ഡയമെൻഷൻ എന്ന് പറയുന്നത്? മാസിൻ്റെയും ലെങ്തിൻ്റെയും ടൈമിൻ്റെയും, മാസ്, ലെങ്ത്, ടൈം, എല്ലാത്തിനും ആദ്യത്തെ ലെറ്റർ എടുത്ത് മാസിൻ്റെ M, ലെങ്തിൻ്റെ L, ടൈമിൻ്റെ T വരെ കൂട്ടുന്നത് വായിച്ചു പോയി MLT. ഈ മാസിൻ്റെയും ലെങ്തിൻ്റെയും ടൈമിൻ്റെയൊക്കെ പവറിലൊക്കെ എഴുതുകയും അല്ലെങ്കിൽ അത് വെച്ച് ഡിനോട്ട് ചെയ്യുന്ന പല കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. വലിയൊരു ഡയമെൻഷൻ, വാട്ട് ഈസ് മെൻ ബൈ ഡയമെൻഷൻ ഒന്നും ചോദിക്കത്തില്ല. എന്നാലും അത് വെച്ച് നമുക്ക് ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. MLT ഫോമാണ് അതിനകത്ത് മെയിൻ ഫോം എന്ന് പറയുന്നത് MLT ആണ്, മാസ്, ലെങ്ത്, ടൈം. ഞാൻ തുടങ്ങുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ഒന്ന്, ആദ്യത്തെ ഡയമെൻഷൻ മാസ്, ക്യാപിറ്റൽ. 2 ലെങ്ത്. ഇതൊക്കെ നമ്മൾ വിചാരിക്കും എന്ത് എളുപ്പമാണ്. ലെങ്തിന്റെ L ആണ് ഡയമെൻഷൻ. ടൈം T ആണ് ഡയമെൻഷൻ. ഇതാണ് MLT ഫോം. ഇനി 4 ഇലക്ട്രിക് കറണ്ട്. അന്നേരം അതിൻ്റെ ആദ്യത്തെ അക്ഷരം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇലക്ട്രിക് കറണ്ട് ഡിനോട്ട് ലെറ്റർ I, അതിൻ്റെ യൂണിറ്റ് ആംബിയർ. ഇത് 2 ഡയമെൻഷനാണ്, I അല്ലെങ്കിൽ A. 5 എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, ഏരിയ. ഇവിടെ മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്തിൻ്റെ ഏരിയ ഈസ് ഈക്വൽ ടു, നിങ്ങൾ തന്നെ പറഞ്ഞേ, ലെങ്തിൻ്റെ ഡയമെൻഷൻ എന്താണ്? L ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, അതും L. L ഇൻറ്റു L എന്ന് പറഞ്ഞാൽ L². ഇത്രയും മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ചില സ്കൂളുകളിൽ ടീച്ചർമാർ ഇങ്ങനെ എഴുതിപ്പിക്കും, M⁻⁴ L², T⁻⁴. എന്നിട്ടിങ്ങനെ ബോക്സിനകത്തൊക്കെ അങ്ങോട്ട് പറന്നു പോകാതിരിക്കാനൊക്കെ ബോക്സിനകത്തൊക്കെ വെച്ച് അടച്ചൊക്കെ വെക്കും. ഇങ്ങനൊന്നും ചെയ്യണമെന്നില്ല. L² എന്ന് മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. കാരണം ഇങ്ങനെ എഴുതിക്കാൻ പറഞ്ഞാൽ MLT ഫോം ആയതുകൊണ്ടും M⁻⁴ എന്ന് പറയുന്നത് A⁻⁴ എന്ന് പറഞ്ഞാൽ 1 ആണ്. അങ്ങനെയാണെങ്കിൽ 1 × L² × 1 എന്ന് പറഞ്ഞാൽ L² തന്നെ. മനസ്സിലായോ? ഇനി 6ാമത്തത് വോളിയം. നിങ്ങൾ ചോദിക്കും ഇക്വേഷൻ പഠിക്കണോ മാഷെ? ഇക്വേഷൻ പഠിച്ചാൽ നല്ല തറവായിട്ട് പഠിക്കാം, പിന്നെ മറക്കത്തില്ല. വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ തിക്നെസ്. അന്നേരം വോളിയം V = ലെങ്ത് L ഇൻറ്റു ബ്രെഡ്ത്ത് L ഇൻറ്റു ഹൈറ്റ് L3. ഇത്രയും 6 എണ്ണത്തിൽ ആർക്കെങ്കിലും ഏത് കുഞ്ഞിനും ഡയമെൻഷൻ സംശയം കൊണ്ട് ചോദിക്കാം, ഇല്ലല്ലോ. ഇനി നമ്മൾ കുറച്ചുകൂടെ ഡെപ്ത് ആയിട്ടുള്ള സിമ്പിളായിട്ട് ഡയമെൻഷൻ പഠിക്കാൻ പോകാം. അപ്പോൾ 6 എണ്ണം ഓക്കെയാണ്. ഇനി നമ്മൾ പതുക്കെ ഡെൻസിറ്റി, വെലോസിറ്റി, ആക്സലറേഷൻ, ഫോഴ്സ്, ഇതിൻ്റെയൊക്കെ ഡയമെൻഷൻ ഒരു 10-15 ഡയമെൻഷനിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പഠിക്കാം. തരാം അടുത്ത ഡയമെൻഷൻ
സെവൻത് വൺ. ഓക്കെ, ഉറങ്ങരുത് കേട്ടോ. നെവർ എവർ ഗിവ് അപ്പ്. അടുത്തത് ഏഴാമത് ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. ഏതെങ്കിലും ഒരെണ്ണത്തിന് ഡയമെൻഷൻ അറിഞ്ഞില്ലെങ്കിൽ പണിയാണ്. നോക്കിയേ, നിങ്ങൾ തന്നെ നോക്കിയേ, മാസിന്റെ എം, വോളിയത്തിന് നമ്മൾ പഠിച്ചു എൽ ക്യൂബ്. എൽ ക്യൂബ്, എൽ ക്യൂബിനെ മുകളിലോട്ട് കൊണ്ടുപോയാൽ എം എൽ റേസ് ടു മൈനസ് 3. ഓക്കെ, അടുത്ത 8 വെലോസിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വെലോസിറ്റി. വെലോസിറ്റിക്കുള്ള യഥാർത്ഥത്തിലുള്ള ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആ ഒരു ലെങ്ത് ആകുമ്പോൾ എൽ എന്ന് കൊടുക്കും ക്യാപിറ്റൽ. ടൈം എന്ന് പറഞ്ഞാൽ ടി ആണ്. ഈ ടി എന്ന് പറഞ്ഞാൽ ടി റേസ് ടു 1 ആണ്. അത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ടി റേസ് ടു -1. ക്ലിയർ? വെലോസിറ്റി. അടുത്തത് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം. എന്നിട്ട് നിങ്ങൾ വെലോസിറ്റി അറിഞ്ഞിരിക്കണം. അന്നേരം ആക്സിലറേഷൻ ഞാൻ എ എന്ന് എഴുതുന്നു. എ ഈസ് ഈക്വൽ ടു വെലോസിറ്റിയുടെ എന്താണ്? എൽ ടി റേസ് ടു -1 ബൈ ടൈമിന്റെ ടി. ടി എന്ന് പറഞ്ഞാൽ ടി റേസ് ടു 1. അത് മുകളിൽ പോയാൽ എന്ത് വരും? എൽ ടി റേസ് ടു -1 ഇൻറ്റു ടി റേസ് ടു 1 മുകളിൽ പോയാൽ ടി റേസ് ടു -1 എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? എ റേസ് ടു എം പ്ലസ് എൻ. അതോ? അങ്ങനെയാണെങ്കിൽ എൽ ടി റേസ് ടു -1 ഇൻറ്റു ടി റേസ് ടു -1 എൽ ടി റേസ് ടു -2. ദാറ്റ് ഈസ് ആൻസർ. എളുപ്പമല്ലേ? ഇനി 10 മൊമെന്റം. മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് ഇൻറ്റു വെലോസിറ്റി നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് പറയാം. മാസ് എം, വെലോസിറ്റിയുടെ എൽ ടി റേസ് ടു -1, അതായത് എം എൽ ടി റേസ് ടു -1. 10 അടിപൊളിയായി. ശ്രദ്ധിച്ച് 1-2 വട്ടം കേട്ട് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഇനി ഡയമെൻഷൻ, ഇനി ഏത് ഡയമെൻഷൻ നിങ്ങൾക്ക് ചെയ്യാം. ഇക്വേഷൻ മാത്രം കിട്ടിയാൽ മതി. ഇക്വേഷൻ തന്നിരിക്കണം. ഇനി നമുക്കൊരു 4-5 എണ്ണോടെ ചെയ്ത് തീർക്കാം. ഡയമെൻഷൻ നല്ല പൊളിച്ചടുക്കി നിങ്ങൾക്ക് കമൻസ് ഇടാം. നിങ്ങൾ നന്നായിട്ട് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായി തന്നെ കമൻറ്റ് ഇടാം ധൈര്യമായിട്ട്. ഓക്കെ, പോതുമാ? അടുത്ത 11 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാടടുത്ത് ഇതില്ലാതെ പറ്റത്തില്ല. ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ F = ma മാസ് ഇൻറ്റു ആക്സിലറേഷൻ. F = മാസിന്റെ m, ആക്സിലറേഷൻ നമ്മൾ പഠിച്ചു എൽ ടി റേസ് ടു -2. ഇവനെ അറിഞ്ഞിരിക്കണം. നമ്മൾ ഒരുപാടടുത്ത് ആരെ ആവശ്യമുണ്ട്? നമുക്ക് ഈ ഫോഴ്സിനെ ആവശ്യമുണ്ട്. ഇനി അടുത്ത് ഇമ്പൾസ്. ദാണ്ടി കടക്കുന്നു. ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം. അന്നേരം ഫോഴ്സ് അറിഞ്ഞിരിക്കണ്ടേ? അന്നേരം I = ഫോഴ്സിന് പകരം എം എൽ ടി റേസ് ടു -2 ഇൻറ്റു ടൈമിൻ്റെ ടി. ടി എന്ന് പറഞ്ഞാൽ ടി റേസ് ടു 1. അന്നേരം I = എം എൽ ടി റേസ് ടു -2 ടി റേസ് ടു 1 ടി റേസ് ടു -1. ഇത് വേറൊരിടത്ത് നമ്മൾ കണ്ടായിരുന്നു. മൊമെന്റത്തിനും ഇതേ ഡയമെൻഷൻ. മൊമെന്റത്തിന്റെ ഡയമെൻഷൻ എന്ത് തന്നെയാണ്? എം എൽ ടി റേസ് ടു -1. അതിനൊരു പ്രത്യേകത. രണ്ടിൻ്റെയും ഡയമെൻഷൻ സെയിം ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പേഴ്സ്. രണ്ടിൻ്റെയും ഡയമെൻഷൻ സെയിം ആണെങ്കിൽ, ഇപ്പം മൊമെന്റത്തിന്റെ ഇമ്പൾസിന്റെ ഡയമെൻഷൻ സെയിം ആണ്. വെലോസിറ്റിയുടെ സ്പീഡിന്റെയും ഡയമെൻഷൻ, സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം എൽ ടി റേസ് ടു -1. ഈ രണ്ടിന്റെയും ഡയമെൻഷൻ സെയിം ആകുമ്പോൾ അതിനെ പറയുന്ന പേരെന്തോ? പേഴ്സ് എന്നാണ്. പേഴ്സ്. ഓക്കെ, ക്ലിയർ? അടുത്തത് വർക്ക്. ആണ്ടെ വീണ്ടും ആണ്ടെ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന്റെ എം എൽ ടി റേസ് ടു -2 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എൽ. അന്നേരം എം എൽ ഇൻറ്റു എൽ, എൽ സ്ക്വയർ ടി റേസ് ടു -2. അടുത്തത് എനർജി. സിമ്പിൾ വൺ. എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി കപ്പാസിറ്റി ടു ഡു വർക്ക് എന്നാണ്.
എനർജി ഈസ് ഈക്വൽ ടു വർക്ക്. അങ്ങനെയാണെങ്കിൽ വർക്കിൻ്റെ അതേ ഡയമെൻഷൻ ഇല്ലയോ? അന്നേരം എനർജി ഈസ് ഈക്വൽ ടു വർക്കിൻ്റെ ഡയമെൻഷൻ എന്താണ്? ml² T⁻²-2. അന്നേരം നമുക്ക് ഇങ്ങനെ പറയല്ലേ, വർക്കും എനർജി എന്താണ്? പേഴ്സാണ് അല്ലേ? ഇനി അടുത്തത് ഒരെണ്ണോടെ നമുക്ക് പഠിച്ചു നിർത്താം. ഇത് കഴിയുമ്പോൾ നിങ്ങൾ ഡയമെൻഷൻസ് ഏത് ഡയമെൻഷൻ നിങ്ങൾക്ക് പിന്നെ ഓക്കെ ആണ്. ഒരെണ്ണോടെ പ്രഷർ. പ്രഷർ എന്ന് പറഞ്ഞാൽ വീണ്ടും ഫോഴ്സ് ബൈ ഏരിയ. അന്നേരം മാഷ് ഫോഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്തുകൊണ്ടെന്ന് പറയുക? ഫോഴ്സ് ഒരുപാട് എടുത്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അന്നേരം ഫോഴ്സിൻ്റെ ഡയമെൻഷൻ പറ, ml⁻². ബൈ ഏരിയയുടെ L². ഇനി നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ml⁻² ഇൻറ്റു L² മുകളിൽ പോകുമ്പോൾ L⁻². ഇത് L⁻1. L⁻1ഉം L⁻² വരുമ്പം ml⁻1 T⁻². അതിനകത്തല്ല A⁻m ഇൻറ്റു A⁻n A⁻m+n വെച്ചങ്ങ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ 15 ഡയമെൻഷൻസ് പറഞ്ഞു. സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യമുള്ളൂ. ഇത്രയേ ഉള്ളൂ ഡയമെൻഷൻ. ഇത് പഠിച്ചാൽ നമുക്ക് ഈ ചാപ്റ്റർ വളരെ ഈസിയാണ്. +1 കുട്ടികൾക്ക് വളരെ ഈസിയാണ്. ഇത്രയും ഡയമെൻഷൻ 15 ഡയമെൻഷൻ മാഷ് പഠിപ്പിച്ചു തന്നു. നിങ്ങൾ 2 ഡയമെൻഷൻ ഹോംവർക്കായിട്ട് ചെയ്യുക. ഒന്ന് പവർ. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണ്. ഇക്വേഷൻ ഞാൻ പറഞ്ഞു, വർക്ക് ബൈ ടൈം. നിങ്ങൾ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. അടുത്ത സ്പീഡ്. ഞാൻ ഇതിനിടെ പറഞ്ഞു തന്നാണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഇത് നിങ്ങളുടെ കമന്റ് ബോക്സിൽ കൃത്യമായിട്ടും ഉത്തരം എഴുതിയിട്ടേക്കുക. പവറിന്റെയും സ്പീഡിന്റെയും ഡയമെൻഷൻ എന്താ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഡയമെൻഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് എൻ്റെ അർത്ഥം. നിങ്ങൾക്ക് നന്നായിട്ട് ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. +1 നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിലും നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലും ഒക്കെ ഷെയർ ചെയ്യുക. നന്നായിട്ട് അടിപൊളിയായിട്ട് ടഫായിട്ടുള്ള ഫിസിക്സിന് നമ്മൾ അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് സൂപ്പറായിട്ട് പഠിക്കും. അങ്ങനെ പഠിക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടണം. ഇതുപോലുള്ള വീഡിയോസ് കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് കമൻസും ഇടാവുന്നൊരു വീഡിയോ ആണ്. മനസ്സിലായെങ്കിൽ ഉറപ്പായിട്ട് 100% മനസ്സിലായി, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ പറ്റും. അടിപൊളിയായിട്ട് പഠിക്കണം. ഹോംവർക്കൊക്കെ ചെയ്ത് കമൻസ് ആയിട്ട് ഇടുക. സിമ്പിൾ ഹമ്പിൾ ആയിട്ട് പഠിക്കുക. മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.